എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയും ഭാര്യ സീലിയോ ഫ്ലോറസിനെയും അമേരിക്ക വെനസ്വേലയിൽ കയറി പൊക്കിയത് ഇടിപിടി എന്നുള്ളൊരു തീരുമാനമല്ലായിരുന്നു. നേരെ മറിച്ച് അമേരിക്ക കഴിഞ്ഞ 5-6 മാസമായിട്ട് വ്യക്തമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു ഓപ്പറേഷനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചത് അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സിനെയാണ്. ഈ ഡെൽറ്റ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക നടത്തുന്ന ഏറ്റവും ഹൈ പ്രൊഫൈൽ എല്ലാ ഹൈ പ്രൊഫൈൽ ഓപ്പറേഷനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോഴ്സാണ് ഡെൽറ്റ ഫോഴ്സ്. നമുക്കറിയാം IS-ന്റെ തലവൻ ബാഗ്ദാദിയൊക്കെ കൊല്ലാൻ ഉപയോഗിച്ച ഫോഴ്സാണ് ഈ ഡെൽറ്റ ഫോഴ്സ്. അതിൽ നിന്ന് കാര്യം വ്യക്തമാണ്. അമേരിക്ക ഈഗർലി ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ വെനസ്വേലയിൽ. കാരണം എന്ന് വെച്ചാൽ വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ രീതിയിലുള്ള ഓയിൽ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ്. പിന്നെ അതുമാത്രമല്ല ഗോൾഡ്, ബോക്സൈറ്റ് എന്നീ മൂലകങ്ങളുള്ള വലിയ രീതിയിലുള്ള ഡെപ്പോസിറ്റും ഉണ്ട് അവിടെ. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഭരണത്തിൻ്റെ ഏകദേശം പകുതി കാലഘട്ടത്തിലേക്ക് പിന്നിടാൻ പോവുകയാണ്. അപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് വെച്ചാൽ ഡോളറിൻ്റെ സുപ്രീമസി നിലനിർത്തുക. ഈ ഡോളറിൻ്റെ സുപ്രീമസി ഇപ്പം ഇടിയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്സ് പോലുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മ വരുന്നു. അപ്പോൾ ആ രാജ്യങ്ങൾ ട്രേഡ് നടത്തുന്ന ഇപ്പോൾ അവരുടെ കറൻസി ഉപയോഗിച്ചാണ്. അപ്പോൾ ഇന്ത്യ, റഷ്യ ഇപ്പോൾ ഡീലുകൾ നടത്തുന്നതൊക്കെ റുപ്പിയിലും റൂബിളിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഡോളറിന് ഇടിവ് വരും. ആ ഡോളറിൻ്റെ സുപ്രീമസി തകരും. അപ്പോൾ ഡോളറിൻ്റെ സുപ്രീമസി തകർന്നു കഴിഞ്ഞാൽ അമേരിക്ക പൂർണ്ണമായിട്ടും തകരും. ഓൾറെഡി ഇപ്പോൾ അവർക്ക് 39 ട്രില്യൺ കടമാണ് അമേരിക്കക്കുള്ളത്. അപ്പോൾ ഈ മുമ്പൊക്കെ എല്ലാ രാജ്യങ്ങളും ഡീൽ നടത്തിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ എണ്ണയാവട്ടെ എന്ത് ട്രേഡ് ഡീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഡോളറിലാണ്. അപ്പോൾ പൊട്ടുന്നതിനെ ഇത്തരം രാജ്യങ്ങളൊക്കെ മുന്നോട്ട് വരികയും ആ രാജ്യങ്ങൾ അവരുടെ കറൻസി ഉപയോഗിച്ചിട്ട് എല്ലാ ട്രേഡും നടത്തുമ്പോൾ അത് ഡോളറിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഇന്ത്യ അമേരിക്ക പ്രശ്നം കണ്ടായില്ല. അത് അമേരിക്ക പറയുന്നു, ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ റഷ്യയുടെ നിന്ന് ഓയിൽ വാങ്ങരുത്, ഞങ്ങൾ ഓയിൽ തരാം നിങ്ങൾക്ക്. അത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇന്ത്യ വലിയ രീതിയിൽ ഓയിൽ വാങ്ങുന്നത് റഷ്യയുടെ പക്കൽ നിന്നാണ്. അപ്പോൾ റഷ്യ ഡീൽ നടക്കുന്ന ഓയിൽ ഡീലൊക്കെ നടക്കുന്നത് ഈ റുപ്പീസിലും റൂബിളിലുമാണ്. അപ്പോൾ അവിടെ അത്തരത്തിൽ വലിയ ലാർജ് സ്കെയിൽ ഒരു ബിസിനസ്സാണ് ഇന്ത്യ റഷ്യയും ഈ പ്രത്യേകിച്ച് ഓയിലുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യ പോലുള്ള 1.5 ബില്യൺ പീപ്പിളുള്ള ഒരു രാജ്യത്ത് അത്രയും ആവശ്യമുണ്ട് ഇത്രയും ഓയിൽ. അപ്പോൾ വലിയ രീതിയിലുള്ള ഓയിൽ തന്നെയാണ് നമ്മൾ റഷ്യയുടെ പക്കൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ ആ സംഭവം അമേരിക്കയുടെ പക്കൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യ ഡോളർ കൊടുത്തിട്ട് ഓയിൽ വാങ്ങേണ്ടി വരും. അപ്പോൾ ആ ഡോളറിൻ്റെ സുപ്രീമസി നിലനിർത്താൻ പറ്റും. അതായത് അത്രയും വലിയ ട്രേഡാണ് ഇന്ത്യയും റഷ്യയും ഈ ഓയിലിൻ്റെ ഫീൽഡ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ വലിയ രീതിയിലുള്ള ഈ 50% താരിഫ്, 100% താരിഫ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയില്ലേ, അത് തന്നെയാണ്. അതായത് അറ്റ്ലീസ്റ്റ് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് 1 വർഷം മുന്നെങ്കിലും ഈ ഡോളറിൻ്റെ സുപ്രീമസി പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യം വളരെ അവതാളത്തിലാക്കും. ഡൊണാൾഡ് ട്രംപിൻ്റെ മാത്രമല്ല അമേരിക്കയുടെ മൊത്തം ഇഷ്യൂ അവിടെ ഉണ്ടാകും. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 39 ട്രില്യൺ ഇപ്പോൾ അമേരിക്കയുടെ കടം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരണമെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഡോളറിൽ ട്രേഡ് നടത്തിയാൽ മാത്രമേ നടക്കൂ. അപ്പോൾ അവിടെയാണ് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. പെട്ടെന്ന് വെനസ്വേലയിൽ അമേരിക്കയുടെ കണ്ണു പതിയുന്നത്. വലിയ രീതിയിലുള്ള ഒരുപാട് ഓയിൽ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ് ഈ വെനസ്വേല. ഏകദേശം സൗദിയും വെനസ്വേലയാണ് ഏറ്റവും കൂടുതൽ ഓയിൽ നിക്ഷേപമുള്ള രാജ്യങ്ങൾ. അപ്പോൾ പെട്ടെന്ന് പറയുന്നു വെനസ്വേല, ഇപ്പോൾ അമേരിക്ക പറയുന്നു വെനസ്വേലയിലെ ആൾക്കാരൊക്കെ ഭയങ്കര ഡ്രഗ്സിൻ്റെ അഡിക്റ്റഡാണ്, ഡ്രഗ്സാണ് അവരുടെ മെയിൻ ഇത്. അപ്പോൾ ഇങ്ങനൊരു രാജ്യം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് അമേരിക്ക തീരുമാനിക്കുന്നു. അപ്പോൾ അമേരിക്ക അവിടെ കയറി അടിക്കുന്നു എന്ന് വെച്ചാൽ നേരെ പ്രസിഡന്റൊക്കെ പിടിച്ച് പൊക്കിക്കൊണ്ടുപോകുന്നു. അപ്പോൾ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത്? എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭരണം കൈയടക്കണമെങ്കിൽ അവിടെ കുറുക്കു വഴികൾ അവർ നേരത്തെ ഉപയോഗിക്കും. ഈ വെനസ്വേലയിൽ തന്നെ മറ്റൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കേട്ട് കാണും. അതായത് മരിയ കൊറിയ മച്ചുഡാവോ, അതായത് ഇപ്പോൾ അവിടുത്തെ വെനസ്വേല ഓപ്പോസിഷൻ ലീഡറാണ്. ഈ ലേഡിക്ക് കുറച്ച് നാൾ മുന്നേ ഡൊണാൾഡ് ട്രംപ് പൂരത്തെറിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയ കൊറിയ മച്ചുഡാവോയ്ക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയില്ലേ, ഈ ട്രംപ് കണ്ണുവെച്ച ഒരു സാധനമായിരുന്നു സമാധാനത്തിന് നോബൽ പ്രൈസ്. അപ്പോൾ ഈ ലേഡിക്കാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള തെറിയഭിഷേകം വരുന്ന കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ മരിയ കൊറിയ മച്ചുഡാവോയ്ക്കെതിരെ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെനസ്വേലയിൽ അവിടുത്തെ ഓപ്പോസിഷൻ ലീഡറായ മരിയ കൊറിയ മച്ചുഡാവോ അവിടുത്തെ പ്രസിഡന്റ് ആകാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടം അവിടെ വരാൻ പോകുന്നു. നമ്മുടെ ഇവിടെ കണ്ടില്ലേ, ബംഗ്ലാദേശ് കണ്ടില്ലേ, ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിനാണ് നോബൽ പ്രൈസ് കൊടുത്തു. അപ്പോൾ അതായത് അമേരിക്ക പറഞ്ഞെടുത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു മുഹമ്മദ് യൂനിസ്. അപ്പോൾ അതേ മുഹമ്മദ് യൂനിസിനെ ഷെയ്ഖ് ഹസീനെ അവിടെ തെറിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കണ്ടുവച്ചിരുന്നു. ഇതെല്ലാം വെൽ പ്ലാൻഡ് ആണ്. അത് തന്നെയാണ് ഇപ്പോൾ വെനസ്വേലയിൽ നടക്കാൻ പോകുന്നത്. മരിയ കൊറിയ തെറി പറഞ്ഞൊക്കെ ഇവരുടെ സ്ട്രാറ്റജിയാണ്. അതായത് നമ്മൾ തെറി പറഞ്ഞ ഒരാൾ അമേരിക്ക അവിടെ പ്രസിഡന്റ് ആക്കിയെന്ന് ഒരിക്കലും ആൾക്കാരെ വിശ്വസിക്കില്ലോ. അതിനെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലെ തെറിഭിഷേകൊക്കെ കഴിഞ്ഞ 1.5 മാസം മുന്നേ നടത്തിയത്. അപ്പോൾ വെൽ പ്ലാൻഡാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് അവർ ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വെനസ്വേലൻ ഓപ്പറേഷൻ. എന്തിനായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ പല വാർത്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്ക പ്ലാൻ ചെയ്യുന്നത് ഇനിയിപ്പം വെനസ്വേലയിൽ ഓയിൽ ഫീൽഡുകളെ ഓയിൽ കമ്പനികളൊക്കെ അമേരിക്ക നിയന്ത്രിക്കും. അപ്പോൾ അമേരിക്ക ഈ ലോക രാജ്യങ്ങൾക്കൊക്കെ പിന്നെ ഓയിൽ വിൽക്കാൻ ശ്രമിക്കും. അതായത് $60-65 ആയിരിക്കും ചിലപ്പോൾ ഇനി ഇത് വിൽക്കാൻ പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രശ്നമില്ല. അത് കട്ട മുതലാണ്. ഈ കട്ട മുതലാണ് $60-65 അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാൻ പോകുന്നത്. എന്തിനാലും അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് ഇനി എന്താണ് അമേരിക്കൻ കമ്പനിയുടെ
മുന്നിൽ ക്യൂ നിൽക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഡോളർ കൊടുത്തിട്ട് വേണം ഈ ഇത് വാങ്ങാൻ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് നേരത്തെ ഈ ഡോളറിൻ്റെ സുപ്രീമസി നിലനിർത്താൻ വേണ്ടിയിട്ട് അതായത് അങ്ങനെ ഡോളർ ഇനിയും താഴെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് കണ്ടിട്ടാണ് പെട്ടെന്ന് വെനസ്വേല കഴിഞ്ഞ 6 മാസമായിട്ട് വെനസ്വേല പിടിച്ചെടുക്കാൻ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെനസ്വേല എന്ന് വെച്ചാൽ ഹെവി ക്രൂഡാണ്. ഈ ഹെവി ക്രൂഡിനെ സോഫ്റ്റ് ക്രൂഡാക്കി മാറ്റണം. അപ്പോൾ സോഫ്റ്റ് ക്രൂഡാക്കി മാറ്റണമെങ്കിൽ റിഫൈനറീസ് വേണം. അപ്പോൾ ഈ ഒരുപാട് റിഫൈനേഴ്സ് യൂറോപ്പിലൊക്കെ ഉണ്ട്, പിന്നെ ഇന്ത്യയിലെ ജാംനഗറിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഈ വെനസ്വേല ഓയിൽ ഫീൽഡിലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്ക എല്ലാ രാജ്യങ്ങൾക്കും ഈ ഓയിൽ ക്രൂഡ് ഓയിൽ വിൽക്കുമ്പോഴേ ഇന്ത്യക്ക് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇന്ത്യ അത്ര ഇൻവെസ്റ്റ് ചെയ്തു, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യക്കും നിർബന്ധിതമാണ്, ഇന്ത്യ ഫോഴ്സ്ഫുള്ളി അമേരിക്കയുടെ പക്കൽ വെനസ്വേലൻ ഓയിൽ വാങ്ങേണ്ടി വരും. അപ്പോൾ അവിടെയാണ് ഏകദേശം 50% മോഡി ട്രാപ്ഡായി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇനിയിപ്പോൾ ഇന്ത്യക്ക് അമേരിക്കയുടെ വെനസ്വേലൻ കമ്പനിയുടെ പക്കൽ നിന്ന് ഓയിൽ വാങ്ങാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വെള്ളത്തിലാവും. അപ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ്, അതായത് മുമ്പ് പാകിസ്ഥാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആ സമയത്ത് ഞങ്ങൾ ഗുജറാത്തിലെ ജാംനഗറിലെ റിഫൈനറി അടിച്ചു തകർക്കും. അതായത് ഇന്ത്യയിൽ ഏഷ്യയിലെ തന്നെ 1-2 ഇതാണ് ഈ ഹെവി ക്രൂഡ് സോഫ്റ്റ് ക്രൂഡാക്കി മാറ്റുന്ന 1-2 റിഫൈനറീസ്. ഒന്ന് ഇന്ത്യയിലാണ്, ബാക്കി കുറേ യൂറോപ്പിലാണ്. ഇപ്പോൾ ഈ ഇതൊക്കെ സംബന്ധിച്ച് അതായത് ഈ ഇവിടുന്ന് കുഴിച്ചെടുക്കുന്ന ഓയിലുകളൊക്കെ നേരെ ഹെവി ക്രൂഡ്സൊക്കെ യൂറോപ്പിൽ കൊണ്ടുപോയിട്ട് അത് സോഫ്റ്റ് ആക്കിയിട്ട് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും വിൽക്കാനാണ് അമേരിക്കയുടെ പരിപാടി. അപ്പോൾ ഇവിടെയാണ് റഷ്യയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഈ യൂറോപ്പിലെ ഈ ഹെവി ക്രൂഡ് സോഫ്റ്റ് ക്രൂഡാക്കുന്ന റിഫൈനറീസൊക്കെ അടിച്ചു തകർക്കാനുള്ള ഒരു സാധ്യത ഉയരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ റഷ്യ അവിടെ കയറി എല്ലാ രാജ്യങ്ങളും ഈ റിഫൈനറീസ് അടിച്ചു തകർത്ത യൂറോപ്പിലെ റിഫൈനറീസ് അടിച്ചു തകർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, അമേരിക്കക്ക് ഫോഴ്സ്ഫുള്ളി അത് ഈ ഹെവി ക്രൂഡ് സോഫ്റ്റ് ക്രൂഡാക്കിയിട്ട് അത് റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഗുജറാത്തിലെ ജാംനഗറിലോട്ട് കൊണ്ടുവരേണ്ടി വരും. അവിടെയാണ് കളി. അപ്പോൾ ഇതാണ് ഈ ലോകത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതായത് അമേരിക്ക ഉദ്ദേശിച്ചത് ഈ വെനസ്വേല എണ്ണപ്പാടങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് ഡോളറിന് വിൽക്കാം എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഇനി ഇത് കളി നടക്കാൻ സാധ്യതയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യും. അവിടെയാണ് റഷ്യ ഈ യൂറോപ്പിലെ ഈ റിഫൈനേഴ്സ് അടിച്ചു തകർത്ത് കഴിഞ്ഞാൽ അമേരിക്കക്ക് എന്താ പറയുക, ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് അത് റിഫൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ വലിയ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യയും റഷ്യയൊക്കെ വരുതിക്ക് നിർത്തുക, ഈ എണ്ണയുടെ ഇത്, അതായത് ഇന്ത്യ റഷ്യയുടെ പക്കൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് തടയുക എന്ന് തന്നെയാണ് മെയിനായിട്ടുള്ളൊരിത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ വെനസ്വേലൻ ഹെവി ക്രൂഡ് കൊണ്ടുവന്നിട്ട് ജാംനഗറിലൊക്കെ റിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ ബിസിനസ് ഡീലുകൾ നടത്തേണ്ടി വരും. അതായത് അങ്ങനെ പുതിയ കോൺട്രാക്റ്റുകളൊക്കെ സൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ത്യ വരുതിക്ക് നിർത്താൻ പറ്റില്ല. തൽഫലം എന്താണ്, അവിടെ റഷ്യക്കും ഇടപെടാം, ഈ അമേരിക്കയുടെ കളികളൊക്കെ റഷ്യക്ക് അതിനെ തടയിടാനും പറ്റും. അപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം, ലോകക്രമത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും നടക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് കുഴിച്ചെടുക്കുന്ന എണ്ണ ചിലപ്പോൾ യൂറോപ്പിൽ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അമേരിക്കക്ക്. യൂറോപ്പിലെ എല്ലാ റിഫൈനറീസും ഇവരടിച്ച് തകർക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് അവിടെയാണ് ഇനി കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളും പറയുന്നത്, പല ആൾക്കാരും പറയുന്നത് ഈ അമേരിക്ക വെനസ്വേല നടത്തിയത് ഒരു 3ാം ലോക മഹായുദ്ധത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന്. അതായത് റഷ്യ അമേരിക്ക ആ ഒരു ഇതിൽ കോമ്പറ്റീഷൻ ഒരു വാർ ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തിനാലും ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഉദ്ദേശമാരി വെനസ്വേലൻ ഓയിൽ വെച്ചിട്ട് അവരുടെ ഡോളറിൻ്റെ സുപ്രീമസി നിലനിർത്താൻ പറ്റുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. റഷ്യ ഈ യൂറോപ്പിലെ ഇതൊക്കെ അടിച്ച് തകർത്ത് കഴിഞ്ഞാൽ പണി കിട്ടാൻ പോകുന്ന അമേരിക്കക്ക് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം എവിടം വരെ പോകും ഈ കളിയെന്ന്. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.